ഒരു പേപ്പർ വെച്ചോ. ഒരു പേപ്പർ വെച്ചു. ഒരു മൈൻഡ് റീഡിങ് എക്സ്പെരിമെന്റ്. എന്റെ മനസ്സിലുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാൻ പോവുകയാണ്. ഞാൻ ഒരു രാജ്യത്തിന്റെ പേരും ഒരു ഫ്രൂട്ടിന്റെ പേരും എഴുതും. നിങ്ങൾ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞിരിക്കാവോ? ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിരിക്കുക. നിങ്ങൾ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞിരിക്കുക. ഓക്കെ, ഞാനൊരു രാജ്യത്തിന്റെ പേര് എഴുതും, ഒരു ഫ്രൂട്ടിന്റെ പേര് എഴുതും. കേട്ടോ? കയ്യിൽ വെച്ചോ. ഇത് കയ്യിൽ വെച്ചു. ഓക്കെ, ഒന്ന് തിരിഞ്ഞിരിക്കാം. ഓക്കെ. ഈ പേപ്പറിൽ ഒരു രാജ്യത്തിന്റെയും ഒരു ഫ്രൂട്ടിന്റെയും പേര് എഴുതി. എന്റെ മനസ്സിൽ തോന്നിയ ഒരു രാജ്യത്തിന്റെയും ഒരു ഫ്രൂട്ടിന്റെയും പേര് ഞാൻ എഴുതി. ജസ്റ്റ് എന്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, എന്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യുക. പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് ഒന്ന് എഴുതുക. ഒന്ന് തിരിഞ്ഞെഴുതുക. ഒരു കാര്യം ചെയ്യുക, ഇങ്ങോട്ട് തിരിഞ്ഞു. ഒരു ഫ്രൂട്ടിന്റെ പേരും എഴുതുക. ഞാൻ എന്തായാലും ഓൾറെഡി എഴുതി കഴിഞ്ഞു. മടക്കണോ സാർ? മടക്കണോ? മടക്കിക്കോ. ഞാൻ കാണണ്ട. കഴിഞ്ഞോ? മടക്കിക്കോ. ശരി സാർ, കഴിഞ്ഞു. ഇതൊരു രാജ്യത്തിന്റെ പേരാണ്, ഇരുന്നോട്ടെ. അത് ഞാൻ എഴുതിയതാണ്. ഓക്കെ, തുറക്കാൻ പാടില്ല. വേണ്ട. ഇതൊരു ഫ്രൂട്ടിന്റെ പേരാണ്, ഞാൻ എഴുതിയതാണ്. ഇപ്പോ നിങ്ങൾ എഴുതിയ രണ്ട് പേപ്പർ എന്റെ കയ്യില് ഉണ്ട്. ഞാൻ എഴുതിയ രണ്ട് പേപ്പർ നിങ്ങളുടെ കയ്യിലും. റാൻഡം ചോയ്സ് ആണ്. അറിയില്ല, എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ എഴുതി, നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് നിങ്ങൾ എഴുതി. അകപ്പാടെ സംഭവിച്ചത് എന്റെ കയ്യിൽ ഒന്ന് ടച്ച് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ആരെ എഴുതുക? നമ്മൾ എഴുതിയത്. ശരി, അതാദ്യം തുറക്കാം അല്ലേ? ഇങ്ങോട്ടാ നോക്ക്. അടിപൊളി. ഇംഗ്ലണ്ട് എന്നാണോ? അതാണോ നിങ്ങൾ എഴുതിയത്? ഞാൻ എഴുതി തുറക്കണ്ട. ഇതിപ്പോ നിങ്ങൾ എഴുതിയ ഇംഗ്ലണ്ട്, ബ്ലൂബെറി. ഇതാണോ നിങ്ങളെ മനസ്സിൽ വന്നത്? ഇംഗ്ലണ്ട്, ബ്ലൂബെറി. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയത് അവിടെ ഉണ്ടല്ലേ? ഒന്ന് തുറക്കാവോ? ഇംഗ്ലണ്ട്, ബ്ലൂബെറി. ഇംഗ്ലണ്ട് അല്ല, ബ്ലൂബെറി. ഇംഗ്ലണ്ട്, ബ്ലൂബെറി. പേപ്പറിൽ എന്തെങ്കിലും മായാജാലം? ആ പേപ്പറിൽ മായാജാലം ഉണ്ടോന്നൊക്കെ നോക്കാം. മനസ്സിലായില്ലേ?